ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കായ മെഴുക്കുവരട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ നമുക്ക് സൂപ്പർ ടേസ്റ്റി അതേസമയം സൂപ്പർ ഈസി ആയിട്ട് കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക, അത് കാണാം. കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് ഞാൻ ഇവിടെ 4 പച്ചക്കായ എടുത്തിട്ടുണ്ട്. കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പച്ചക്കായൻ്റെ തൊലി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇവിടെ എടുത്ത പച്ചക്കായൻ്റെ തൊലി വളരെ കട്ടി തൊലിയാണ്. ആ കാരണത്തുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തൊലി എടുത്ത് കളയണത്. പച്ചക്കായൻ്റെ തൊലി എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു പീലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊലി എടുത്ത് കളയാൻ പറ്റും. ചില സമയത്ത് നമ്മൾ പച്ചക്കായ കുറേ ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ തൊലി കറുത്ത് പോവും. അങ്ങനെ ആയി കഴിഞ്ഞാലും നമ്മൾ തൊലി എടുത്ത് കളഞ്ഞിട്ട് തന്നെ വേണം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി. നല്ല ഫ്രഷ് പച്ചക്കായ ആയി കഴിഞ്ഞാൽ ഒട്ടും തൊലി എടുക്കാണ്ട് തന്നെ വേണം നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി. ഈ പച്ചക്കായ വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. ആ കാരണത്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ തൊലി ഇത്ര കട്ടിയുള്ളത്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പച്ചക്കായൻ്റെ തൊലി ഇത്ര കട്ടിയല്ല. അപ്പോൾ ഒട്ടും എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കായ കട്ടാക്കി ഇടാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പച്ചക്കായ നമ്മൾ കട്ടാക്കുമ്പോൾ അപ്പം തന്നെ അത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കായേൻ്റെ കളർ മാറും. ഇനിയിപ്പോൾ ഞാൻ പച്ചക്കായ നടുവീന്ന് കട്ടാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളിലാണ് കട്ടാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നീളത്തിൽ കട്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറിയ പീസസിൽ കട്ടാക്കി എടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ച് വേണം നമ്മളത് കട്ടാക്കി എടുക്കാൻ വേണ്ടി. എപ്പോഴും നല്ല മൂത്ത പച്ചക്കായ നോക്കിയെടുക്കാൻ ശ്രമിക്കുക. കാരണം മൂത്ത പച്ചക്കായക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മൂത്ത പച്ചക്കായ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. അത് വെച്ചിട്ട് വേണം നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുവെള്ളം ഒക്കെ കളഞ്ഞ് എടുത്ത പച്ചക്കായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചക്കായ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വറ്റിച്ച് എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ വറ്റിച്ച് എടുക്കുമ്പോൾ ആ സമയത്ത് കായ വല്ലാണ്ട് ഉടഞ്ഞു പോവും. ആ കാരണത്തുകൊണ്ട് വെള്ളം എപ്പോഴും സൂക്ഷിച്ച് ഒഴിക്കുക. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. പച്ചക്കായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നമ്മളുടെ പച്ചക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ ഒന്നും ഉടയാണ്ട് നന്നായിട്ട് നമുക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെച്ച് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് ഞാനിവിടെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടാം. ഇനിയിപ്പോൾ നമുക്ക് സവാള ഒരു പിങ്ക് കളർ ആവണ വരെ വഴറ്റി കൊടുക്കാം. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആവില്ലേ, ഒരു പിങ്ക് കളർ, ആ സമയം വരെ മാത്രം ഇത് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള ഏകദേശം പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പില അതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ സവാള, വെളുത്തുള്ളി, കരിവേപ്പില എല്ലാതും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാൻ വേണ്ടി. മഞ്ഞൾപ്പൊടി, മുളക് പൊടീൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മളുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിൻ്റെയും പച്ചമണം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ നാളികേരം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചെറിയ നാളികേരം ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 തക്കാളി ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് സോഫ്റ്റായി വരണ വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. ചില സമയത്ത് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു മെഴുക്കുവരട്ടിയിൽ എന്തായാലും തക്കാളി ചേർത്ത് കൊടുത്തോളൂ. തക്കാളീൻ്റെ ആ പുളിരസമൊക്കെ വരുമ്പോഴാണ് നമ്മൾ കായ മെഴുക്കുവരട്ടീൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റി ആവണത്.
അപ്പോൾ നമ്മുടെ തക്കാളി ഒരുവിധം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് വേണം നമ്മൾ ഈ മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടി. കായ നമ്മൾ ആദ്യമേ വേവിച്ച കാരണത്തോണ്ട് കുറേ നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കായ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മാത്രം മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കായ മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കായ മെഴുക്കുവരട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഈ കായ മെഴുക്കുവരട്ടി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി. ബാക്കി വേറെ കറീൻ്റെ ആവശ്യമേ ഇല്ല. ഞാനിവിടെ ഈ ഒരു മെഴുക്കുവരട്ടി റൊട്ടീൻ്റെ കൂടെയാണ് കഴിക്കുക. അപ്പോൾ എത്ര സിമ്പിളായിട്ടല്ലേ നമ്മൾ ഈ കായ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു കായ മെഴുക്കുവരട്ടിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ തൊട്ട് അപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓളിൻ്റെ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റെസിപ്പീസ് ഇടുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയിലും ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.